Hello everyone, welcome to Vanjinad Kitchen. I am Chef Minos. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ആണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. സ്റ്റൂവിന് വേണ്ടി ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു പൊട്ടറ്റോയും ഒരു ക്യാരറ്റും ചെറുതായിട്ട് ഡൈസ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് കഴുകി തണുത്ത വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്യാം. വെജിറ്റബിൾ ഒക്കെ ബോയിൽ ചെയ്യുമ്പോൾ തണുത്ത വെള്ളത്തിൽ നിന്ന് ബോയിൽ ചെയ്യുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊട്ടറ്റോയും ക്യാരറ്റും ബോയിൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. 2 മീഡിയം സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ പകുതി വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയെടുക്കാം. അതിന്റെ വെള്ളം ഞാൻ വേറെ ബൗളിലോട്ട് മാറ്റുകയാണ്. ഈ വെള്ളം പകുതി നമ്മൾ കാഷ്യൂനട്ട് അരയ്ക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാഷ്യൂനട്ട് അരയ്ക്കാം. ബാക്കി പകുതി നമ്മൾ സ്റ്റൂവിനകത്ത് ഒഴിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും എല്ലാം അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ച് സ്റ്റൂ തയ്യാറാക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇടാം. സ്പൈസസ് ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ശകലം ഇഞ്ചിയും പച്ചമുളകും ഞാൻ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും അവസാനം കടുക് വറുക്കാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇടുക. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തത്. മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ സൈഡും. സ്റ്റൂ ഒക്കെ തയ്യാറാക്കുമ്പോൾ വിസ്താരമുള്ള പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത്. ചിക്കൻ ഉടയാതിരിക്കും. ചിക്കൻ എല്ലാ സൈഡും നന്നായിട്ട് സീലായി വന്നിട്ടുണ്ട്. നമ്മൾ പൊട്ടറ്റോ തിളപ്പിച്ച വെള്ളം പകുതി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ബാക്കി പകുതി നമ്മൾ കാഷ്യൂനട്ട് ഇടുകയാണ്. കാഷ്യൂനട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2ാം പാല് ചേർക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. രണ്ടാം പാലിൽ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ചേർക്കാനുള്ള ടൊമാറ്റോ ഒക്കെ അരിഞ്ഞെടുക്കാം. 1 പിടി മല്ലിയില ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൊറിയാണ്ടർ ലീവ്സും ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. സ്റ്റൂ ഏകദേശം പകുതി വഴിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഹാഫ് ബോയിലേ ചെയ്തിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അതും ചേർക്കാം. അതോടൊപ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ
കാഷ്യൂം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെക്കണ്ട, തുറന്നു വെച്ച് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കും. കാഷ്യൂനട്ടും പൊട്ടറ്റോയും നല്ലൊരു കൊഴുപ്പ് തരും സ്റ്റൂവിന്. സ്റ്റൂ ഏകദേശം റെഡിയാകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിടാം. ഏലക്ക പൊടിച്ചിടുന്നത് നല്ലൊരു മണമൊക്കെ കിട്ടും. നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ സ്റ്റൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൂവിലേക്ക് ചേർക്കാനുള്ള കടുക് നമുക്ക് വറക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. വറ്റൽമുളക് ആവശ്യത്തിന് ഇടാം. കടുക് വറുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ചാൽ നമ്മൾ തിളക്കാൻ വിടത്തില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൂ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ നോക്കാം. ഉപ്പെല്ലാം പാകത്തിനാണ്. വറുത്ത് വെച്ചിരിക്കുന്ന കടുക് നമുക്ക് അതിലേക്ക് ചേർക്കാം. തീ നമുക്ക് ഓഫ് ചെയ്യാം. സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ക്രിസ്മസിന് രാവിലെ അപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ പിന്നെ പറയണ്ട, അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. നല്ല കുറുകിയ ചാറുള്ള ചിക്കൻ സ്റ്റൂ പാലപ്പത്തിന് മാത്രമല്ല, പൊറോട്ടയ്ക്കും വെള്ളയപ്പത്തിനും ഈവൻ ചപ്പാത്തിക്ക് വരെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത ദിവസം കിടിലൻ ഒരു മെനുവായിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.